കമ്മിറ്റി വിളിച്ചു കൂട്ടാനായിട്ട് രമേശ് പിഷാരടിയോടും മറ്റുള്ള എല്ലാവരും ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഡേറ്റ് അവൈലബിൾ ആയിട്ട് നോക്കിയിട്ട് ഒരു കമ്മിറ്റി ഉടനെ തന്നെ കൂടും. വേറൊന്നുമില്ല, നമ്മളെ അഡ്വോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെയുള്ള ചില കണക്കിലെ തെറ്റുകളെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്യുക, എല്ലാം ഒന്ന് സ്ട്രീംലൈൻ ചെയ്യുക. സ്ട്രീംലൈൻ ചെയ്തതിനു ശേഷം ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ ഇതൊന്ന് സ്ട്രീംലൈൻ ചെയ്യും. ഞങ്ങളത് സുതാര്യമായ നിലയിൽ ചാർട്ടേഡ് അക്കൗണ്ടിലും അഡ്വക്കേറ്റിൻ്റെ എല്ലാം അഡ്വൈസ് വാങ്ങിക്കൊണ്ട് വളരെ കൃത്യമായി ഇതുവരെ എന്തെങ്കിലും കണക്കിലോ കാര്യങ്ങളോ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, നമുക്ക് സത്യം അറിയാൻ പറ്റില്ല. ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്തതിനു ശേഷം പഴയതുപോലെ അമ്മ പണ്ട് നടന്നിരുന്ന പോലെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാക്കിയിട്ട് ഒരു ഇലക്ഷനിലേക്ക് പോയിട്ട് ആ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് ഒരു കൈമാറും. എനിക്ക് തോന്നുന്നു അതിനകത്തുള്ളൊരു വിയോജിപ്പാണ്, അവർ തമ്മിലൊരു യോജിപ്പില്ല. ട്രഷററും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടാൻ പറയും. ട്രഷറർ ഇടാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ട്സ് പാസ്സാവുന്നില്ല. സ്വാഭാവികമായിട്ടും അക്കൗണ്ട്സ് പാസ്സാവ് വരുമ്പോൾ അവരുടെ നടത്തിക്കൊണ്ടുള്ള അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. അതായത് അവരെ പിണക്കി വിട്ടതും ആരും അടിച്ചു പുറത്താക്കിയൊന്നും അല്ല. ഈ ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റും അതിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ടും അവർക്ക് പാസ്സാക്കാൻ കഴിയുന്നില്ല ജനറൽ ബോഡിയിൽ മുമ്പ്. ഞാനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. കാരണം എന്ന് വെച്ചാൽ ലേഡീസാണ്, അവർക്ക് എന്ത് തെറ്റുപറ്റിയെങ്കിൽ തിരുത്താനൊരു അവസരം. കാരണം ഇവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീർത്ത് ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ. പക്ഷേ ജനറൽ ബോഡിയുടെ തീരുമാനം, ലാലേട്ടൻ പറഞ്ഞ പോലെ ജനറൽ ബോഡിയുടെ തീരുമാനമാണ് തീരുമാനം. നമ്മൾ പറയുന്നതല്ല, നമ്മൾ അഭിപ്രായം പറയുന്നത് മതി. ജനറൽ ബോഡിയുടെ തീരുമാനം ഇത് പാസ്സാക്കണ്ട, ഇത് മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനം ജനറൽ ബോഡിയിൽ വന്നു. ആരുടെയും കുറ്റമല്ല, എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും അഭിപ്രായം പറയുന്നത് ശരിയാണ്. അങ്ങനെയാണൊരു അഡ്കോ കമ്മിറ്റിയെ നിയമിച്ചതും ജനറൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് സ്ട്രീംലൈൻ ചെയ്ത് റെഡിയാക്കി നല്ല സുതാര്യമാക്കി വേറൊരു ഭരണസമിതിക്ക് ഇത് ഇലക്ഷനിലൂടെ കൈമാറും. അല്ല, ഞാനതിനൊന്നും താല്പര്യമില്ല. ഇത് ഞാനതിനെ ഒഴിഞ്ഞു പോയതാണ്. ഒരു 7 വർഷം ഒഴിഞ്ഞു പോയത്. പക്ഷേ ഞാനും കൂടി ചേർന്ന് വളരെ കഷ്ടപ്പെട്ടു. മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടണം. ഇവരുടെയൊക്കെ മഴയളവിട ബാബു, അതുപോലെ ടി പി മാധവൻ, ഇവരെല്ലാവരും എം ജി സോമൻ, സുരേഷ് ഗോപി, ഇങ്ങനെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കോൺട്രിബ്യൂഷൻ കെട്ടിപ്പടുത്തൊരു സ്ഥാപനം. ഇപ്പോൾ ഞാൻ ഈ വന്നതിൽ എല്ലാ ചെറുപ്പക്കാരാണ് വരുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയർ ഞാനേ ഉള്ളൂ. ഇതിനകത്തൊരു അനുഭവ പരിചയമുള്ള ആൾ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുന്നത്. ചില നിൽക്കില്ലായിരുന്നു, കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാരണം ഞാനിത് ഒരു 7 വർഷം മുമ്പേ ഇതിൽ ഇലക്ഷൻ നിൽക്കുകയെന്ന് ചേർന്ന് മാറിപ്പോയായിരുന്നു. നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി വേറൊരു ജനറേഷൻ ഏറ്റെടുക്കട്ടെ എന്നുള്ളതായിരുന്നു. അല്ല, അവരാരെങ്കിലും സീനിയറായിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്ന് ഇത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. ചെറുപ്പക്കാർ കഴിയില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷണത്തിനൊന്നും പോവാതെ എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവരും. അവരില്ല, അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സിയിൽ വന്നുകൊണ്ട് രണ്ടുപേരും വരില്ല. അല്ല, അവർ പേടിയാണ്. അവർക്കെന്തിനാ വെറുതെ അൺനെസസറി ഹെഡേക്ക് എന്തിനാണ് അവരെ കുറ്റം പറയാൻ പറ്റും. അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു അൺനെസസറി ഹെഡേക്ക് അവർ വേണ്ടാന്ന് വെച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റും. ഇല്ല, അതറിയില്ല. അതൊക്കെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ആദ്യം ഇതൊന്ന് ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. ഇത് സുതാര്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, ഒരു ഇലക്ഷൻ നടത്തുക, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൈനീട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങാതെ പോവുക എന്നുള്ളത്. അല്ല, ഇതുകൊണ്ടൊക്കെയാണ്. കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരല്ലേ, അവർക്ക് പിന്നെ പല പല കാരണങ്ങളുണ്ട് അതിനൊക്കെ. അതെന്താണെന്നൊരു റെക്കമെൻഡേഷൻ ഞങ്ങളെ കമ്മിറ്റി കൂടിയതിനു ശേഷം അടുത്തൊരു ജനറൽ ബോഡിക്ക് മുമ്പ് റെക്കമെൻഡേഷൻ കൊടുക്കും. എന്തുകൊണ്ടൊക്കെയാണ് ഈ ചെറുപ്പക്കാർ വരാത്തതിൻ്റെ കാരണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ചുമ്മാ എൻ്റെ ഒരു അസസ്മെൻറ്റാണ് ഞാൻ പറയാം. യങ്സ്റ്റേഴ്സ് എല്ലാം 2-3 കോടി രൂപയ്ക്കൊക്കെ ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റുകളൊക്കെ ഏർപ്പെടുന്നു. ഇവിടെ വരുന്ന സ്വാഭാവികമായിട്ട് ഈ കൗണ്ടറുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഒരു ചായ കുടിച്ചിട്ട് ചേട്ടാ കൊള്ളാമെന്ന് പറയാൻ നമുക്കൊന്ന് പറയുന്നതൊന്നും അത് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പം അത്തരം സീനുകൾ സ്പോൺസർമാർ വരുമ്പോൾ അങ്ങനെ പണ്ട് സ്പോൺസർമാരില്ല. ഈ സ്പോൺസർമാർ വരുമ്പോൾ അത്തരം ചില സീനുകളുണ്ട്. അത് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ മോശക്കാരാകും. കാരണം ഗണേഷ് കുമാർ മുൻ സംസാരിച്ചു, മറ്റേയാൾ സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പരിഹരിക്കാനൊക്കെ പറ്റും. കാരണം അങ്ങനെ പിണക്കക്കാരും നിലവിലിവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം ഇവരെ ആ ഒരു ജനറൽ ബോഡിയുടെ മുമ്പിൽ അവർക്ക് ഒരു വിശ്വസ്തത വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഒരു ലാലേട്ടനും അങ്ങനെ പറഞ്ഞെങ്കിലും ഇവർ തുടർന്ന് പോകണമെങ്കിൽ പോട്ടെ എന്ന് വെച്ച് മാക്സിമം നമ്മൾ പോയെങ്കിലും പൊതുവികാരം എതിരായി. എന്തോ ആണോ? പിന്നെ അതൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പാടില്ല. അമ്മയിൽ രാഷ്ട്രീയം, ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്.
പിഷാരടി ഇപ്പോൾ കമ്മിറ്റി ഉണ്ട്, പിഷാരടി ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം ഇതിനകത്ത് ഞങ്ങൾ ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല, ജാതിയും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കലാകാരനെ എന്ത്, കലാകാരിക്ക് എന്ത് ജാതി, എന്ത് മതം, അത് പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. ജാതി മതം ഒന്നും ചോദിക്കാനും പറയില്ല, പറയാനും പാടില്ല. ഇത് ആർട്ടിസ്റ്റിൻ്റെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഘടനയാണ്. അവിടെ അത്തരത്തിലുള്ള ഡിസ്കഷൻ തന്നെ തെറ്റാണ്. അത് വരാൻ പാടില്ല, അതൊരിക്കലും വരാൻ പാടില്ല. അതൊന്നും വരാതിരിക്കാൻ ഭാവിയിൽ ശ്രമിക്കണം. ഒരു കാരണവശാലും ഇന്നുവരെ വന്നിട്ടില്ല. നമുക്ക് പ്രസിഡൻ്റായിട്ട് ഇരുന്നുണ്ട്, സെക്രട്ടറി ആയിട്ട് ഇരുന്നുണ്ട്, മോഹൻലാൽ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ പലരും ഇരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇന്നസെൻറ്റിന് എത്രയോ വർഷമിരുന്നു. അപ്പോൾ ആരുടെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കാനും പറയില്ല, അത് പറയാനും പാടില്ല. അത് അത്തരം ആരോപണങ്ങൾ നമുക്ക് ലജ്ജാകരമായി. ആരോപണങ്ങൾ തന്നെ ലജ്ജാകരമാണ്. അത് നടന്നു വയ്ക്കുന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ അത്തരം ആരോപണങ്ങൾ ലജ്ജാകരമാണ്. അല്ല, ഞങ്ങളത് എല്ലാവരോടും സംസാരിച്ചിട്ട് ഇതിന് ഒരു 4 മാസമാണ് നമ്മുടെ കാലാവധി. 4 മാസങ്ങളിൽ ഒരു നല്ല രീതിയിൽ എല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തിട്ട് ഇലക്ഷനിലേക്ക്. അതൊക്കെ നമ്മൾ എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുമ്പോൾ അവരുടെ രീതിയാണ്. നമ്മളിപ്പോൾ അവരെ തിരിച്ച് വിളിക്കാനൊന്നും പോകുന്നില്ല. രാജ്യം എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കാനേ അധികാരമുള്ളൂ, അല്ലാതെ അവരെ തിരിച്ച് വിളിച്ച് കൊടുക്കാനോ അവർക്കത്. പിന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ പിരിഞ്ഞു പോകരുത്, അംഗത്വം വിട്ടു പോകരുതെന്ന് പറയാമെന്നുള്ളതല്ലാതെ അവരുടെ മറ്റ് നിർബന്ധിക്കാനും നടപടിയെടുക്കാനും അല്ല, അതറിയില്ല. അത് ഈ ഇലക്ഷൻ വരുമ്പോൾ അറിയാം ആരൊക്കെ മത്സരിക്കുന്നു, ആരൊക്കെ മത്സരിക്കുന്നില്ല, ആര് ജയിക്കും, ആര് തോക്കുമെന്നൊന്നും ഇപ്പോൾ പറയാനൊക്കെ. അതൊന്നും നമുക്ക് പറയാൻ തരട്ടെ. നമ്മളിപ്പോൾ അതൊന്നും പറയാനൊക്കത്തില്ല. കാരണം ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് നിന്ന് ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ ആരെങ്കിലും വന്നാൽ മാത്രമേ അവരുടെ സീനിയോറിറ്റിയും അവരുടെ ഒരു കഴിവിനെയും ഒക്കെ മാനിക്കും. എല്ലാവരും അവർ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളുടെ സംഘടന, ഞാനാണ് പ്രസിഡന്റ് 21 വർഷമായി. 21 വർഷമാണ്. പക്ഷേ എല്ലാവരും വളരെ സ്നേഹത്തോടെയും അച്ചടക്കത്തോടെയും സന്തോഷത്തോടെയാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. ഞങ്ങൾ അങ്ങനെ ഈഗോ പ്രശ്നങ്ങളോ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്കില്ല. വളരെ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ എല്ലാവരും വളരെ സൗഹൃദം കാണുന്നതാണ്. എല്ലാവരും വളരെ സൗഹൃദത്തിൽ തന്നെ വരുന്നതും പങ്കെടുക്കുന്നതും പോകുന്നതും ആ ഒരു സൗഹൃദത്തിൽ. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസുഖം കാണത്തില്ലേ? ജനറൽ സെക്രട്ടറി ആണോ പോകുന്നത്? അല്ലല്ലോ, എല്ലാവരും ഡയക്കണല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമയം പോലെ സമയം കൊടുക്കും. എപ്പോഴും മുഖ്യമന്ത്രി തിരക്കുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു പല മുഖ്യമന്ത്രിമാരോട് ഇരുന്നിട്ടുള്ള ആളാണ്, മന്ത്രിയായിട്ടും MLA ആയിട്ടും. പക്ഷേ അവർക്ക് അവരുടെ തിരക്കുണ്ട്, സമയം കൊടുക്കുന്നതിന് അവർക്കൊരു പരിമിതി കാണും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വി ഡി സതീശനെ അവനെന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് ഏത് പാർട്ടിയാവട്ടെ, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പ്രയോഗം യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവി ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രി അന്തസ്സായിട്ടാണ്, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം ഒന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ് നമ്മൾ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കും. ആരായാലും കൊടുക്കും, ഞാനായാലും കൊടുക്കണം, വേറൊരാളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അറിയാം. അത് അന്തസ്സല്ല, തറവാടിത്തമല്ല. പിന്നെ എൻ്റെ അഡ്രസ്സ് കളയും എന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് R. ബാലകൃഷ്ണപിള്ളയുടെ സൺ ഓഫ് R. PB ഗണേഷ് കുമാർ, സൺ ഓഫ് R. ബാലകൃഷ്ണപിള്ളയും, ഈഴൂട്ട് വീട് വാള. ഇതാണ് എൻ്റെ അഡ്രസ്സ്. രണ്ടാമത്തെ അഡ്രസ്സ് 19 വയസ്സിൽ മലയാള സിനിമയിൽ വന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായ KB ഗണേഷ് കുമാർ. 25 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന, മതേതര വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന, 25 വർഷത്തിലധികമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അത് ജനങ്ങളുടെ ഔദാര്യം അല്ലാതെ മറ്റൊരു ഔദാര്യമില്ല. ആദ്യം മകനെന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ജനങ്ങളുടെ, കലാകാരൻ എന്ന നിലയിൽ നിന്ന് സ്നേഹിച്ച ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിന്ന് സ്നേഹിക്കുന്ന അവർക്കാണ് ഈ അധികാരം. എൻ്റെ അഡ്രസ്സ് അവരിൽ നിന്നുണ്ടായത്, അല്ലാതെ വേറെ ആരുടെയും സഹായം കൊണ്ട് വളഞ്ഞു വഴിക്കൊണ്ടുണ്ടായ അഡ്രസ്സല്ല. ആ അഡ്രസ്സ് കളയാൻ ആർക്കും പറ്റില്ല. അത് മുഖ്യമന്ത്രി, ഞാനറിയുന്ന വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടല്ല, ഞാനറിയുന്ന വി ഡി സതീശൻ പോയില്ല. ഞാൻ ഇന്നുവരെ 25 വർഷം ഞാൻ അറിയുന്ന എൻ്റെ എനിക്ക് പരിചയമുള്ള അടുപ്പം വി ഡി സതീശൻ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോയില്ല. അയാൾ ആദർശം എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇക്കാര്യം. ഞാൻ ഈ മുഖ്യമന്ത്രിയെ ഇടാകൂടാന്നൊക്കെ വിളിക്കുന്ന അവനെന്നൊക്കെ പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചിലർ പദപ്രയോഗം നടത്തിയപ്പോഴും നമ്മളിതേ അഭിപ്രായം തന്നെ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചില ആളുകൾ അവൻ ഇവനെന്നൊക്കെ പറഞ്ഞു, അയാൾ അതൊന്നും പറയാൻ പാടില്ല. പൊസിഷൻ, പ്രോട്ടോകോൾ, അത് മാനിക്കുക എന്നുള്ളതാണ് ഒരുപാട് തറവാടി.
അദ്ദേഹത്തെ ആ ഒരു ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 26 വർഷമായിട്ട് നല്ല സുഹൃത്താണ് അദ്ദേഹം. പക്ഷെ അത് വേറെ കാര്യം. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് സതീശൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഞാൻ കണ്ട സതീശൻ പോകാൻ സാധ്യത, ഞാൻ അറിയുന്ന സതീശൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അവരൊപ്പമല്ല. ഞാൻ മനസ്സിലാക്കിയ, എന്നോട് 26 വർഷമായി പരിചയമാണ് സതീശൻ. അങ്ങനെയൊന്നും പോകുന്ന ആളാണ് എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചുടന്നില്ലാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.